അസ്സലാമു അലൈക്കും. ഷഹബാസ്, ആ പേര് ഒരുപക്ഷെ നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. ആ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു മുഖമിങ്ങനെ ഓടി വരാറുണ്ട്. നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊന്നുമോൻ്റെ ചിത്രം. ആ ചിത്രം കാണുമ്പോൾ മനസ്സ് വല്ലാതെ പിടഞ്ഞു പോകും. പ്രത്യേകിച്ച് മനസ്സിൽ മനുഷ്യത്വമുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതവർക്ക് സമ്മാനിക്കുന്നത് വലിയ വേദനകളായിരിക്കും. കാരണം ഷഹബാസ് എന്ന് പറയുന്ന ആ കുട്ടി അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും അത്രത്തോളം ഉണ്ടായിരുന്നു. അതിലേറെ ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോൻ്റെ വിയോഗത്തിൽ ഇന്നും മനംനൊന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു ഉപ്പയും ഉമ്മയുമുണ്ട്. തൻ്റെ ഇക്കാക്ക എവിടെയാണ് എന്ന് പോലും അറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞനുജന്മാരുണ്ട്. 5ഓളം വരുന്ന ക്രിമിനലുകളായ വിദ്യാർത്ഥികൾ. ആ നരാധവന്മാരാണ് ഷഹബാസ് എന്ന് പറയുന്ന ഒരു പൊന്നുമകനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിക്കളഞ്ഞത്. എന്നാൽ പാവപ്പെട്ട കുട്ടിയെ കൊലപ്പെടുത്തിക്കളഞ്ഞ ആ 5 ക്രിമിനലുകൾക്കും എല്ലാവിധ സംരക്ഷണവും സംവിധാനവും ഒരുക്കിക്കൊടുക്കുന്ന സർക്കാരിനെയും നീതിപീഠത്തെയുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നോക്കൂ, ഈ 5 പേർക്കും പരീക്ഷ എഴുതാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു. അതും 100 കണക്കിന് പോലീസുകളുടെ സഹായത്തോടുകൂടി. ആ പോലീസിന്റെ സംരക്ഷണത്തിലായിരുന്നു ആ 5 പേരും പരീക്ഷ എഴുതിയത്. അതിനെതിരെ കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകൾ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അത്തരത്തിൽ പ്രതിഷേധിച്ച ആ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളെ പോലീസ് അടിച്ചു വലിച്ചിഴച്ചു കൊണ്ടുപോയി ആ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു. ഷഹബാസ് എന്ന് പറയുന്ന മകനെ കൊലപ്പെടുത്തിയ ആ 5 നരാധവന്മാർക്കും +1 പ്രവേശനത്തിനുള്ള അനുമതി കൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രാവിലെ 10 മണിയോടുകൂടി ഈ വിദ്യാർത്ഥികളെ +1 പ്രവേശനത്തിനായി പുറത്തിറക്കിയത്. ഈ 5 വിദ്യാർത്ഥികളിൽ 3 പേർക്ക് ഈ കൊലപാതകം നടന്ന താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനം കിട്ടിയത്. 2 പേർക്ക് നഗരത്തിലെ മറ്റു സ്കൂളുകളിലും പ്രവേശനം നേടി. മാത്രവുമല്ല 5 വിദ്യാർത്ഥികൾക്കും ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നും താമരശ്ശേരി പോലീസിനോട് കോടതിയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകർ അതിശക്തമായ രീതിയിൽ അവരുടെ പ്രതിഷേധങ്ങൾ ഉയർത്തി. ആ പ്രതിഷേധിക്കുന്ന ആളുകളെ പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോയി വണ്ടിക്കകത്ത് കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നോക്കിവിടെ നിരപരാധിയായ പാവപ്പെട്ട ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയ ആ 5 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പിന്നീട് പരീക്ഷ എഴുതിയതിനു ശേഷം വിജയിച്ച വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിനായുള്ള അനുമതിയും കൊടുക്കുന്നു. അതായത് കുറ്റം ചെയ്തവർക്ക് എല്ലാവിധ സഹായങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നു. എന്നാൽ നേരെ മറിച്ച് ആ ക്രൂരതയ്ക്കെതിരെ, അത്തരം നീചമായ പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകളെ അടിച്ചമർത്തുന്ന, വലിച്ചിഴയ്ക്കുന്ന, തല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മുടെ നാട്. ഇത് നീതിയല്ല, അനീതിയാണ്. നോക്കി, ഇത്തരത്തിലൊരു വിധി വരുമ്പോൾ നമ്മളെക്കാളേറെ ഏറ്റവും കൂടുതലും പ്രയാസപ്പെടുകയും വിഷമിക്കുകയും അതിലേറെ സങ്കടപ്പെടുകയും ചെയ്യുന്നത് മറ്റാരുമല്ല, ഷഹബാസിനെ ഓർത്ത് ഇപ്പോഴും വിലപിക്കുന്ന, സങ്കടപ്പെടുന്ന ഷഹബാസിൻ്റെ ഉപ്പയും ഉമ്മയും തന്നെയാണ്. തൻ്റെ വയറ്റിൽ മാസങ്ങളോളം കിടന്ന ആ പ്രയാസങ്ങളും വേദനയും സഹിച്ച് ഓമനിച്ച് വളർത്തിയ ആ ഉമ്മയ്ക്ക് എത്രമാത്രം പ്രയാസമുണ്ടാകും. കൂലിപ്പണിയെടുത്തും ജോലിക്ക് പോയും വളരെയധികം കഷ്ടപ്പെട്ട് തൻ്റെ മകനെ ഇത്രയധികം വളർത്തി. ആ വളർത്തിയതിനു ശേഷം അവൻ ഭാവിയിൽ വളർന്ന് വലിയ ഒരു സ്ഥാനത്തേക്കെത്തി തങ്ങൾക്ക് ഒരു കൂട്ടായി നിൽക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഉപ്പയ്ക്ക് എത്രമാത്രം വേദനയുണ്ടാകും. ഇത്തരത്തിലുള്ള ഈ ഒരു വിധി വന്നതിന് ശേഷം ഷഹബാസിൻ്റെ ഉപ്പ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടറിക്കൊണ്ട് പ്രയാസത്തോടുകൂടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്ന് കേട്ടു നോക്കൂ. നമ്മൾ വളരെയേറെ അക്സെപ്റ്റായി, വളരെയേറെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്ന് നടന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിക്കഴിഞ്ഞാലും ഈ നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നായിക്കഴിഞ്ഞാലും നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ഒരു രക്ഷിതാവ്, ഒരു ഉമ്മ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഇത് നമ്മൾക്ക് വളരെ, മറ്റുള്ള രക്ഷിതാക്കൾക്കും കൂടി വളരെ വേദനാജനകമായ പല ആളുകളും വിളിച്ച് ചോദിച്ചു ഇതെന്താ ഇവർ ഇങ്ങനെ ചെയ്തതെന്ന്. ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വയനാട് നടന്ന സിദ്ധാർത്ഥൻ്റെ കൊലക്കേസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതാണ്. അത്
ഈ പ്രായപരി ഒക്കെ, എന്നാലും ഇത് ഒരു വിവേചനപരമായ ഒരു വേദനയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വേർതിരിവായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്ക് കാണാൻ കഴിയും. നോക്കുക, നിഷ്കളങ്കനായ പാവം മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. ആ പാവം മനുഷ്യന് എന്തു ചെയ്യണമെന്നറിയില്ല. ആ പാവം മനുഷ്യന് ഇതുവരെയും നീതി കിട്ടിയിട്ടില്ല. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ആ മനുഷ്യൻ. തൻ്റെ മകന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആ മനുഷ്യൻ വീണ്ടും സുപ്രീം കോടതിയെ കാണാനുള്ള, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടത്തിനായി ആ മനുഷ്യൻ തയ്യാറെടുക്കുകയാണ്. ഇതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു വിവേചനപരമായ രീതിയിലാണ് ഈ വിധി വന്നത് എന്ന്. ഇതിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു വിവേചനം തന്നെയാണ്. കാരണം കൊലപാതകം ചെയ്തവർക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും വിദ്യാഭ്യാസത്തിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുകയും, എന്നാലോ മറുവശത്ത് തൻ്റെ മകനെ കൊന്നതിൽ ഇതുവരെയും നീതി കിട്ടാത്ത ഒരു ഉപ്പയും ഒരു ഉമ്മയും. ഇതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. മറ്റുള്ള മാതാപിതാക്കൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ മകന് സംഭവിച്ച ഈ ദാരുണമായ സംഭവം നാളെ നിങ്ങളുടെ മക്കളിലേക്ക് എത്താൻ അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പോരാടുന്നത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ള മാതാപിതാക്കൾക്കും വേണ്ടിയാണ്. അവരുടെ മക്കൾ ഇനിയെങ്കിലും സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ്. നോക്കൂ, വളരെയധികം പഠിക്കാൻ മിടുക്കനായിരുന്നു ഷഹബാസ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഷഹബാസിൻ്റെ SSLC 10ാം ക്ലാസ് പരീക്ഷയുടെ ആ ഒരു മാർക്ക് ലിസ്റ്റ്. നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും ഒരു വീഡിയോ ചെയ്തതാണ്. ഷഹബാസിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ് കണ്ട് കണ്ണു നിറയാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല. ആ മാർക്ക് ലിസ്റ്റിൽ ഒരേ ഒരു പരീക്ഷ ഒഴിച്ച് എല്ലാറ്റിലും ആബ്സെൻ്റ് ആണ്. പക്ഷേ ആ പൊന്നുമോൻ എഴുതിയ ഒരേ ഒരു പരീക്ഷ, ആ പരീക്ഷയിൽ ആ പൊന്നുമോന് കിട്ടിയത് A+ ആണ്. എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടി. ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അഭിമാനമായി മാറേണ്ട ആ മകനെയാണ് 5 ക്രിമിനലുകൾ കൊലപ്പെടുത്തിക്കളഞ്ഞത്. നെഞ്ചാക്കെന്ന് പറയുന്ന മാരകമായ ആയുധം. നമുക്കറിയാം, ഏറ്റവും വലിയ അപകടകരമായ ഒരു ആയുധമാണത്. മനുഷ്യൻ്റെ തലയോട്ടിയെ പോലും പുലർത്താൻ വലിയ പവറുള്ള ഒരു ആയുധമാണത്. അത്രയും ശക്തിയുള്ള ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ആ ആയുധത്തിൻ്റെ രീതിയൊക്കെ പഠിച്ചത് യൂട്യൂബിലൂടെ ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിലൂടെ അത് കണ്ടുപഠിച്ച് ആ മാരകമായ ആയുധം ഉപയോഗിച്ച് അതിക്രൂരമായി ആ ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമകനെ കൊലപ്പെടുത്തുകയാണ്. അടിച്ച അടികൊണ്ട് തലയോട്ടി പൊട്ടി. ആ തലയോട്ടി പൊട്ടിയ വേദന പോലും സഹിക്കാൻ കഴിയാതെ വീട്ടിലേക്ക് പോയിക്കൊണ്ട്, ഉമ്മ എൻ്റെ തല വലുതാവുന്നത് പോലെ തോന്നുന്നു എന്ന് തൻ്റെ ഉമ്മയെ നോക്കി പൊട്ടിക്കരയുന്ന ഷഹബാസിൻ്റെ ആ ഒരു അവസാനത്തെ ഒരു കാഴ്ച ആ ഉമ്മയ്ക്ക് ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ല. ഷഹബാസ് തൻ്റെ മരണസമയത്ത് പോലും എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് കോടതി പഠിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഇത്തരം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ അതിലൂടെ എന്തു സന്ദേശമാണ് ഇത്തരം ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടുത്തെ കോടതികളിൽ നിന്നും നമുക്ക് നീതി കിട്ടിയില്ല എന്ന് വരാം. പക്ഷേ പടച്ചറബിൻ്റെ അടുക്കൽ ഒരു കോടതിയുണ്ട്. ആ കോടതിക്ക് മുമ്പിൽ എല്ലാവരും ചെന്ന് നിൽക്കേണ്ടതാണ്. പടച്ചറബിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയേണ്ടതാണ്. അതാണ് യഥാർത്ഥ നീതി. അവിടെ ഷഹബാസിൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നീതി കിട്ടുക തന്നെ ചെയ്യും. ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമകൻ്റെ കബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമകന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ.